അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ്, മർഹബൻ ബിക്കും ഇലാ ഖനാത്തി. പ്രിയ കുട്ടികളെ, 5ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചു വന്നത്. കുൻ അമീനൻ, നീ വിശ്വസ്തനാവണം എന്ന പാഠഭാഗം. അതിൽ നമ്മൾ പറഞ്ഞു വന്നത് ഒരു താജിർ തൻ്റെ സേവകനെ വസ്ത്രങ്ങൾ വിൽക്കാനായിട്ട് മാർക്കറ്റിലേക്ക് അയക്കുകയും ആ സമയത്ത് വിൽക്കുമ്പോൾ ആ വസ്ത്രത്തിൽ ന്യൂനതയുണ്ട് എന്ന കാര്യം പ്രത്യേകം പറയണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഹാദിമ് മാർക്കറ്റിൽ പോയി വസ്ത്രങ്ങളെല്ലാം വിറ്റു. എന്നാൽ ആ ന്യൂനത അവൻ മറച്ചു വെച്ചുകൊണ്ടാണ് അത് പറയാൻ, വസ്ത്രത്തിൽ പോരായ്മയുണ്ട്, അതിന് ക്വാളിറ്റി കുറവാണ് എന്ന കാര്യം കസ്റ്റമേഴ്സിനോട് അദ്ദേഹം പറയാൻ മറന്നുപോയി. തൻ്റെ യജമാനൻ തന്നോട് വിൽക്കുമ്പോൾ ഡ്രസ്സിന് ന്യൂനതയുണ്ട് എന്ന കാര്യം പറയണം എന്നത് വിറ്റതിന് ശേഷമാണ് ഓർമ്മ വന്നത്. വീണ്ടും തിരിച്ച് മാർക്കറ്റിലേക്ക് പോയെങ്കിലും അദ്ദേഹത്തിന് ആ കസ്റ്റമേഴ്സിനെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് തൻ്റെ യജമാനൻ്റെ അടുക്കലേക്ക് പോയി വിവരങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ കിട്ടിയ കാശെല്ലാം ദാനം ചെയ്യാൻ കൽപ്പിക്കുകയാണ് ഉണ്ടായത്. ആ താജിറാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ബാലിയായ ഫേലുകളുമാണ് ഈ പാഠത്തിൽ നിന്നും പഠിച്ചത്. ഇനി പേജ് നമ്പർ 44 എന്താണെന്ന് നോക്കാം. നഖ്റഉ, നമുക്ക് വായിക്കാം. അന്നസ്വ, ഈ ടെക്സ്റ്റ് വായിക്കാം. വനുഖ്മിലുൽ ഹിവാറ, കോൺവെർസേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. വസലൽ ഖാദിമു, സേവകൻ എത്തിച്ചേർന്നു. ഇലാ ബൈത്തിഹി, അവന്റെ വീട്ടിലേക്ക്. മുതഅഖിറൻ, വളരെ വൈകിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഫദാറ ബൈനഹു, അപ്പോൾ ഖാദിമിനിടയിലും വബൈന വാലിദിഹി, അവന്റെ ഉപ്പക്കിടയിലും നടന്നു. ഹിവാറുൻ, കോൺവെർസേഷൻ. ആ കോൺവെർസേഷൻ വിട്ട ഭാഗം നമ്മൾ ഫില്ല് ചെയ്യണം. എങ്ങനെയാണ് ആ കോൺവെർസേഷൻ ഫില്ല് ചെയ്യുക എന്ന് നോക്കാം. ഫസ്റ്റ് അവിടെ വിട്ടുപോയിരിക്കുകയാണ്. ഫസ്റ്റ് എന്താണ് നമ്മൾ പറയുക? കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും എന്ന് മകൻ ഉപ്പയോട് പറഞ്ഞു. അപ്പോൾ അൽ വാലിദ്, ഉപ്പ തിരിച്ചെന്ത് പറഞ്ഞു? വ അലൈക്കും മുസ്സലാം എന്ന് പറഞ്ഞു. പിന്നെ ചോദ്യം നോക്കൂ. ലിമാ തഅഖർത, നീ എന്തുകൊണ്ടാണ് വൈകി വന്നത് എന്ന് മകനോട് ഉപ്പ ചോദിക്കുകയാണ്. അൽ ഇബ്നു, അപ്പൊ മകൻ പറയുകയാണ്, യാ അബത്തി, എൻ്റെ ഉപ്പ, അന ഹസീനുൻ, ഞാൻ വളരെ ദുഃഖിതനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഉപ്പ വീണ്ടും ചോദിക്കുകയാണ്, മാദാ സ്വബക, നിനക്ക് എന്താണ് പറ്റിയത്, എന്താണ് ബാധിച്ചത്? അൽ ഇബ്നു, മകൻ പറയുകയാണ്, നസീത്തു, ഞാൻ മറന്നു, നസീഹത്ത താജിരി, കച്ചവടക്കാരൻ്റെ, എൻ്റെ യജമാനൻ്റെ ഉപദേശം ഞാൻ മറന്നു എന്ന് ഖാദിം, മകൻ പറയുകയാണ്. അൽ വാലിദ്, ഉപ്പ പറയുകയാണ്, മാതാക്കാനത്ത് നസീഹത്തുഹു, അദ്ദേഹത്തിൻ്റെ ഉപദേശം എന്തായിരുന്നു? അപ്പോ അൽ ഇബ്നു, മകൻ പറയുകയാണ്, ലാ തബിഅ, നീ വിൽക്കാൻ പാടില്ല, അൽ മലാബിസ, വസ്ത്രങ്ങളൊക്കെ, ബിദൂന ദിക്രി ഉയൂബിഹ, അതിൻ്റെ ന്യൂനതയെ സ്മരിക്കാതെ, ന്യൂനത ഉണ്ട് എന്ന് പറയാതെ ഒന്നും തന്നെ നീ വിൽക്കാൻ പാടില്ല. ആ ഡ്രസ്സിൻ്റെ ന്യൂനതകൾ നീ അവരോട് വാങ്ങുന്ന കസ്റ്റമേഴ്സിനോട് പ്രത്യേകം പറയണം എന്നെന്നെ ഉപദേശിച്ചിരുന്നു. എന്നാൽ ഞാൻ അത് പറയാൻ മറന്നുപോയി. അൽ വാലിദ്, ഉപ്പ പറയുകയാണ്, ഹൽ ബിഅത, നീ അതെല്ലാം വിറ്റോ എന്ന് ചോദിക്കുകയാണ്. അൽ ഇബ്നു, മകൻ പറയുകയാണ്, നാം, അതേ, ബിഅത്തു, ഞാൻ വിറ്റു, ജമീ അൽ മലാബിസ, മുഴുവൻ വസ്ത്രങ്ങളും, ആ ഐബിഹി, അതിൻ്റെ ന്യൂനതയോട് കൂടിയാണ് ഞാൻ വിറ്റത്. അൽ വാലിദ്, ഉപ്പ, മാതാ കാല താജിറു, ആ കച്ചവടക്കാരൻ എന്താണ് താങ്കളോട് ആ വ്യാപാരി പറഞ്ഞത്? കാല, അൽ ഇബ്നു, മകൻ പറയുകയാണ്, കാല പറഞ്ഞു, അൻ അദ്ഹബ, ഞാൻ പോകാൻ, ഇലസൂഖി, മാർക്കറ്റിലേക്ക്, വ അത്തസ്വദ്ദക, ഞാൻ ദാനം ചെയ്യാനും പറഞ്ഞു, ബിസമനിൽ മലാബിസ, ആ വസ്ത്രങ്ങളുടെ വിലകൾ എല്ലാം എന്നോട് ദാനം ചെയ്യാനും പറഞ്ഞു.
അൽ വാലിദ് ഉപ്പ അത് കേട്ടപ്പോൾ പറയുകയാണ് ജസാഹുല്ലാഹു ഖൈറൻ, അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകട്ടെ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പേജ് നമ്പർ 45. നുറത്തിബ്, നമുക്ക് ക്രമപ്പെടുത്താം. അൽ കെലിമാത്തിൽ ആതിയ, താഴെയുള്ള കെലിമാത്ത് പദങ്ങളെ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതിനെ ഓർഡർ ആക്കിയിട്ട് മാറ്റണം. നോക്കൂ, മിസാൽ ഇലസൂക്കി, മാർക്കറ്റിലേക്ക്. അൽ ഖാദിമു, സേവകൻ. സ്വബാഹൻ, രാവിലെ. ഖറജ, പുറപ്പെട്ടു. രാവിലെ സേവകൻ മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു എന്നാണ് സെന്റൻസ് എഴുതേണ്ടത്. ഫസ്റ്റ് ഫിയല് വരണം, പിന്നെ ഫായില്, ആ പ്രവർത്തി ചെയ്ത ആള് വരണം. അങ്ങനെ ഓർഡറിൽ നിങ്ങൾ എഴുതണം. മഫ്ഊലും ബിഹി ഒക്കെ വരണം. നോക്കൂ, ഖറജൽ ഖാദിമു, സേവകൻ പുറപ്പെട്ടു. ഇലസൂക്കി, മാർക്കറ്റിലേക്ക്. സ്വബാഹൻ, രാവിലെ. ഫസ്റ്റ് ഫി വക്തിൻ കസീരിൻ, കുറഞ്ഞ സമയത്തിൽ. അൽ ഖാദിമു, സേവകൻ. ബാഅ, വിറ്റു. അൽ മലാബിസ, വസ്ത്രങ്ങൾ. കുറഞ്ഞ സമയത്തിൽ വസ്ത്രങ്ങൾ സേവകൻ വിറ്റു എന്നത് സെന്റൻസ് ആക്കുമ്പോൾ ആദ്യം ഫിയല് വരണം. ബാഅ, വിറ്റു. ബാ അൽ ഖാദിമു, സേവകൻ. ഫാഇൽ രണ്ടാമത് വരണം. ബാ അൽ ഖാദിമു, സേവകൻ വിറ്റു. എന്തിനെ? മഫ്ഊലും ബിഹി വരണം. അൽ മലാബിസ, വസ്ത്രത്തെ. ഫി വക്തിൻ കസീരിൻ, കുറഞ്ഞ സമയത്തിനുള്ളിൽ. അടുത്തത് നോക്കൂ, മുസ്രിഅൻ, വേഗത്തില്. അൽ ഖാദിമു, സേവകൻ. ഇലസൂക്കി, മാർക്കറ്റിലേക്ക്. റജഅ, മടങ്ങി. സേവകൻ മാർക്കറ്റിലേക്ക് വേഗത്തിൽ മടങ്ങി. സെന്റൻസ് ആക്കുമ്പോൾ ആദ്യം ഫിയല് റജഅ, മടങ്ങി. ഫായില് അൽ ഖാദിമു, സേവകനാണ് മടങ്ങിയത്. ഇലസൂക്കി, മാർക്കറ്റിലേക്ക്. മുസ്രിഅൻ, വേഗത്തിൽ. മൂന്നാമത്തെ സെന്റൻസ് വേർഡ്സുകൾ ഓർഡർ ആക്കാമെന്ന് നോക്കാം. യാ ഇസൻ, നിരാശകൻ. ആദ, മടങ്ങി. ഇലത്താജിരി, കച്ചവടക്കാരനിലേക്ക്. അൽ ഖാദിമു, സേവകൻ. കച്ചവടക്കാരനിലേക്ക് സേവകൻ വളരെ വിഷമത്തോടെയാണ് മടങ്ങിയത് എന്ന് സെന്റൻസ് ആക്കണം. ആദൽ ഖാദിമു, സേവകൻ മടങ്ങി. ഇലത്താജിരി, കച്ചവടക്കാരനിലേക്ക്. യാ ഇസൻ, നിരാശകനായിട്ടാണ് മടങ്ങിയത്. അടുത്തത് നാലാമത്തെ നോക്കൂ, അൽ മലാബിസ്, വസ്ത്രങ്ങള്. കുല്ലിഹി, അവ മുഴുവൻ. തസ്വദ്ദക്ക, സ്വതക്ക ചെയ്തു. ബിസമനി, വില കൊണ്ട്. അത്താജിറു, കച്ചവടക്കാരൻ. ആ ഡ്രസ്സിന്റെ മുഴുവൻ വിലയും കച്ചവടക്കാരൻ ദാനം ചെയ്തു എന്ന് സെന്റൻസ് ആക്കണം. ഫസ്റ്റ് ഫിയല് തസ്വദ്ദക്ക, ദാനം ചെയ്തു. അത്താജിറു, കച്ചവടക്കാരനെ. വസ്ത്രങ്ങളുടെ വില. കുല്ലിഹി, മുഴുവനും. ഡ്രസ്സിന്റെ മുഴുവൻ വിലയും കച്ചവടക്കാരൻ ദാനം ചെയ്തു. അടുത്ത പ്രവർത്തനം നോക്കാം. നഖ്റഉ, നമുക്ക് വായിക്കാം. അൽ മുഫ്രദാത്തി, ഒറ്റ പദങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. വനുൻഷിഉ, നമുക്കുണ്ടാക്കാം. അൽ ജുമല, സെന്റൻസുകൾ. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. ഇവിടെ ഉദാഹരണം മോഡൽ കൊടുത്തിട്ടുണ്ട്. ജാ വെച്ചിട്ട്. ജാ എന്നത് ഫിയലാണ്. ഫിയലും ഫായിലും വെച്ചിട്ടാണ് ഒരു സെന്റൻസ് ഇവിടെ മോഡലുള്ളത്. അതുപോലെ നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സുകൾ ഉപയോഗപ്പെടുത്തി ഫിയലും ഫായിലും ചേർന്ന സെന്റൻസ് ഉണ്ടാക്കണം. ജാ അൽ ഖാദിമു, സേവകൻ വന്നു. ആദ്യം അർത്ഥം നോക്കാം. അത്താജിറു, കച്ചവടക്കാരൻ. അൽ ഖാദിമു, സേവകൻ. അഅ്ത്വ, നൽകി. ദഹബ, പോയി. അന്നാസു, ജനങ്ങള്. അൽ ബാഇഉ, വിൽക്കുന്നാള്. നാദ, വിളിച്ചു. ഇഷ്തറ, വാങ്ങി. ആദ, മടങ്ങി. തൊലബ, ആവശ്യപ്പെട്ടു. തഫക്കറ, ചിന്തിച്ചു. അറള, പ്രകടമാക്കി. ഈ വേർഡ്സുകളൊക്കെ ഉപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കുക. നോക്കാം. ഉദാഹരണം 1 അവിടെയുണ്ട്. ജാ വെച്ചിട്ട്. ജാ അൽ ഖാദിമു, സേവകൻ വന്നു. അടുത്തത് അത്താജിറു, കച്ചവടക്കാരൻ. നമുക്ക് ആദ്യം ഒരു ഫിയല് വെച്ച് കൊടുക്കുക അതിൻ്റെ മുന്നിലായിട്ട്. കാലത്താജിറു, കച്ചവടക്കാരൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിയൽ അവിടെ വെച്ച് കൊടുക്കുക, യോജിക്കുന്ന. അൽ ഖാദിമു, സേവകൻ.
ബാ അൽ ഖാദിമു സേവകൻ വിറ്റു. അഴ്ത്വൽ ഖാദിമു സേവകൻ നൽകി. ദഹബ വെച്ചിട്ട് എന്ത് കൊടുക്കാം? ദഹബ പറഞ്ഞാൽ പോയി. ദഹബൽ ഖാദിമു സേവകൻ പോയി. അന്നാസു ജനങ്ങള്. ഇജ്തമ അന്നാസു ജനങ്ങൾ ഒരുമിച്ചു കൂടി. അടുത്തത് അൽ ബാഇഉ വിൽക്കുന്ന ആള്. അഴ്ത്വൽ സെയിൽസ്മാൻ. അഴ്ത്വൽ ബാഇഉ ബാഇഉൻ വിൽക്കുന്ന ആള് നൽകി. സെയിൽസ്മാൻ നൽകി. നാദ വിളിച്ചു. നാദ വെച്ചിട്ട് സെന്റൻസ് ഉണ്ടാക്കാം. നാദ താജിറു കച്ചവടക്കാരൻ വിളിച്ചു, അല്ലെങ്കിൽ നാദൽ ഖാദിമു സേവകൻ വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റൻസ് ഉണ്ടാക്കാവുന്നതാണ്. ഇഷ്തറ വാങ്ങി. ഇഷ്തറൽ ഖാദിമു സേവകൻ വാങ്ങി. ആദ പറഞ്ഞ മടങ്ങി. ആദൽ ഖാദിമു സേവകൻ മടങ്ങി. തൊലബ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു. തൊലബ താജിറു കച്ചവടക്കാരൻ അന്വേഷിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേറെ ആരെങ്കിലും വെച്ചു കൊടുക്കാം. തഫക്കറ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. തഫക്കറൽ ഖാദിമു സേവകൻ ചിന്തിച്ചു. തഫക്കറ വേറെ എന്തെങ്കിലും അവിടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വരുന്നത് അറള പ്രകടമാക്കി. അറളൽ ബാഇഉ വിൽക്കുന്ന ആള് സെയിൽസ്മാൻ അറള പ്രകടമാക്കി, പ്രകടിപ്പിച്ചു. ഇഷ്ടമുള്ളത് അവിടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ഫ്യോയില് നിങ്ങൾ ഈ പാഠത്തിൽ പഠിച്ചതാണ്. ഫ്യോയിലും അതുപോലെ തന്നെ ആ ഫ്യോയില് പ്രവർത്തി ചെയ്യുന്ന ആളിനെയും ചേർത്ത് കൊടുത്താൽ അതൊരു സെന്റൻസായി മാറി. ഫ്യോയിലും ഫായിലും ചേർന്ന സെന്റൻസ് ആയിട്ട് മാറി. വേറെയും ഉദാഹരണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ധാരാളം അറിയാത്ത അർത്ഥങ്ങൾ നിങ്ങൾ പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.